ചേന കൃഷി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ചേന കൃഷി. വളരെ പരിചരണം കുറഞ്ഞതുമായ ഒരു കൃഷിയാണ് ചേന കൃഷി. ചേന നട്ട് കഴിഞ്ഞ് ഏകദേശം 9 മാസം ആകുമ്പോഴാണ് പാകമാകുന്നത്. വലിയ വളപ്രയോഗമോ അധ്വാനമോ കൂടാതെ തന്നെ ചേന നമുക്ക് കൃഷി ചെയ്യാം. നമ്മുടെ വീട്ടിൽ സ്വന്തമായി കൃഷി ചെയ്ത ചേന അത് വെട്ടി നമ്മൾ പുഴുങ്ങി കഴിക്കുക എന്ന് പറഞ്ഞ് അതിൽ പരം സന്തോഷം വേറെ ഒന്നും തരൂല. ഒരു കൃഷി ചെയ്യുന്ന ആളിന് അത് വളരെയധികം സന്തോഷമാണ്. ചേന പാകമായോ എന്നറിയുന്ന ഇതുപോലെ ചേനയുടെ തണ്ടുകൾ നല്ലതുപോലെ ഉണങ്ങി പഴുത്ത് തറയിൽ വീഴും. അപ്പോഴാണ് ചേന പാകമായെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോഴിതിൻ്റെ മൂട് നോക്കി നമുക്ക് വെട്ടിയെടുക്കാം. അല്ലെങ്കിൽ നട്ട് കഴിഞ്ഞ് ഏകദേശം 9 മാസം കഴിഞ്ഞാൽ നമുക്ക് ചേന വിളവെടുക്കാവുന്നതാണ്. ചേനയുടെ ഒരു പ്രത്യേകതയാണ്, നമ്മൾ മണ്ണിൽ നട്ട് കഴിഞ്ഞാലും അത് 2-ാം വർഷവും പിന്നെ എടുത്ത് നട്ടില്ലെങ്കിൽ പോലും 2-ാം വർഷവും ചേന അതുപോലെ തന്നെ അവിടെ ഉണ്ടാവും. മറ്റ് കൃഷിയെ കണക്ക് ചീഞ്ഞു പോകില്ല. നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിൽ നട്ട ഒരു ചേന നമുക്ക് വെട്ടിയെടുക്കാം. ഇത് എന്തോ അത്ര വലിപ്പം ഉണ്ടാവുമെന്ന് തന്നെ അറിയില്ല. അപ്പോൾ ഇത് വെട്ടിയെടുക്കാം. ചേന നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ചേന എപ്പോഴും വളരെ ആഴത്തിലല്ല നടുന്നത്. കുറച്ച് മണ്ണ് കൂന കൂട്ടി നടുന്നതാണ് ചേനയ്ക്ക് നല്ലത്. പിന്നെ പച്ചില വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക, കരിയില ഒക്കെ കൊണ്ട് മൂടി കൊടുക്കുക. അതൊക്കെയാണ് ചേന കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വലിയ ആഴത്തിലായിരിക്കില്ല, നമ്മൾ ഏകദേശം ഒരടി താഴ്ചയിൽ മാത്രമേ ആയിരിക്കും നമ്മൾ ചേന നടുന്നത്. അപ്പോൾ നമ്മൾ ചേനയൊക്കെ നല്ല മുട്ടയൊക്കെ വന്നിട്ടുണ്ട്, നല്ല പാകമായി നല്ലതുപോലെ ഏകദേശം ഒരു 2-2.5 കിലോ വരണം. നല്ല 4 പാടും നല്ലതുപോലെ മുട്ടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നല്ല ചേനയെന്ന് പറഞ്ഞാൽ നല്ല ഇതുപോലെ മുട്ടയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാലാണ് നല്ല ചേന, നല്ല ടേസ്റ്റും ആയിരിക്കും. ഇതിന് നല്ല ഇളം മധുരവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല ഒരു ചേനയാണ്. നമ്മളിപ്പോൾ അധികം വളമൊന്നും കൊടുത്തുണ്ടാക്കില്ല, നമ്മുടെ വീട്ടിലായതുകൊണ്ട് ഇത് ചേന എപ്പോഴും ഒരു 7-8-10 കിലോ വരുന്ന ചേനകളൊക്കെ കൃഷി ചെയ്തെടുക്കാറുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ സാമാന്യം നമ്മൾ ചെറിയ വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഒരു 2.5 കിലോ ഉള്ളതൊക്കെ തൂക്കം വരുന്ന ചേനയാണ് കിട്ടുന്നത്. ചേനയുടെ പ്രത്യേകത ഔഷധ ഗുണം കൂടി ഉള്ള ഒരു കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ടതാണ്. ചേന മാത്രമേ ഉള്ളൂ ഈ കിഴങ്ങ് വർഗ്ഗത്തിൽ ഈ ഔഷധ ഗുണം കൂടി ഉള്ള ഒരു കിഴങ്ങ് വർഗ്ഗമാണ് ചേന. ഇത് ഏത് അസുഖക്കാർക്കും കഴിക്കാം. ഇപ്പം ഷുഗറോ തൈറോയ്ഡ് ഉള്ളവർക്ക് കിഴങ്ങൊന്നും കഴിച്ചുകൂടാ. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് നമുക്ക് ചേന പുഴുങ്ങി കഴിക്കുന്നതിൽ പ്രശ്നമില്ല. ചേന പലതരം കറികൾക്കും ഒക്കെ ഉപയോഗിക്കുമെങ്കിലും ചേന പുഴുങ്ങി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ മുളക് ചമ്മന്തിയായിട്ടൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. നല്ലതുപോലെ വെന്ത് ഉടഞ്ഞ് നല്ല ചെറിയൊരു മധുരത്തോടു കൂടിയാണ് ചേനയുടെ ടേസ്റ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനലിനും കൂടെ സപ്പോർട്ട് ചെയ്യുക. ഇതിലും വ്യത്യസ്തമായ ഒരു വീഡിയോയുമായി ഇനിയും കാണാം.